ഹായ് ഹലോ കഥ ആൻഡ് ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കാന്ത കാന്ത കണ്ട് ദേ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. UK ഞങ്ങൾക്ക് ഷോ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഷോ ഉണ്ടായിരുന്നത് ഏകദേശം 4 മണിക്കായിരുന്നു ഇവിടെ ഷോ ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ടുവരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ടാണ് റിവ്യൂ ലേറ്റ് ആയത്. എന്തായാലും അടിപൊളി പടം. അതെന്തുകൊണ്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ സ്റ്റാർട്ട് വിത്ത് ദുൽഖർ സൽമാൻ. ദൈവം എന്തൊരു പെർഫോമൻസ് ആളുടെ. ഫസ്റ്റ് ഹാഫ് ആ ഒരു 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 പോർഷനിൽ മാത്രം ഒരു രണ്ട് മൂന്ന് ഹൈലൈറ്റിംഗ് പെർഫോമൻസ് ഉണ്ട് DQന്റെ സൈഡിൽ നിന്ന്. ഓവറോൾ നോക്കുമ്പോൾ DQ ഭയങ്കര സംഭവമായിരുന്നു ചെയ്തിരുന്നത്. എന്നാലും നോട്ടബിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് സീനുകൾ, അയ്യോ അത് വല്ലാത്ത രസമായിരുന്നു. ആൻഡ് ആ ഒരു ക്യാരക്ടറായിട്ട് DQ കൊണ്ടുവരുന്ന ഒരു ഓറുണ്ട്. സി, റെട്രോ ഫിലിംസിൽ DQനെ കാസ്റ്റ് ചെയ്ത അത് അടിപൊളിയാണെന്ന് പറയണ എന്റെ ഒരു 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 വേറൊരു എക്സാമ്പിൾ ആയിട്ട് ഈ സിനിമ കാണിച്ചു കൊടുക്കാം. കാരണം ആളുടെ റെട്രോ സ്റ്റാർ എന്ന് വിളിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഈ സിനിമയില് ആൾക്ക് കൊടുത്ത ആളുടെ ആ ക്യാരക്ടർ മൊത്തത്തിലുള്ള ഒരു പരിപാടി. ഐ മീൻ, ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ത് ഭംഗിയാണ് ദുൽഖർ അത് ചെയ്ത് കാണാനുള്ളത്. എന്ത് വൃത്തിക്കാണ്, എന്ത് എന്ത് ഭംഗിയായിട്ടാണ് അത് ചെയ്യണതെന്നുള്ള. ആൻഡ് ദുൽഖർ മാത്രമല്ല, കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഐ മീൻ പ്രോപ്പർ കാസ്റ്റിംഗ് ആയിരുന്നു. ഒരു അറിയണ ടീംസ് ആണ് ഫുള്ള്. ഐ മീൻ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്ത് ഒരു കിടിലം പരിപാടി ചെയ്തവരെ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ സമുദ്രകനിയാവട്ടെ, ആള് അയ്യ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഭാഗ്യശ്രീയുടെ പേര് ഞാൻ ഒരു വീഡിയോയിൽ എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഞാൻ ഇപ്പോൾ റിഗ്രറ്റ് ആയിട്ട്, കാരണം ഇവരെ പോലത്തെ ആർട്ടിസ്റ്റുകളുടെ പേരൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം അത്രയും നല്ല പെർഫോമൻസ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടില്ല. ആൻഡ് ഒരു കാര്യം ഉറപ്പാണ്, ഇനി വരാൻ പോണ അവരുടെ അടുത്ത സിനിമകളൊക്കെ കുറച്ച് അടിപൊളി, അവർക്ക് കുറെ റോളും കാര്യങ്ങളും കിട്ടും എന്നുള്ളത് എവിഡന്റ് ആണ് ഈ സിനിമയിൽ. കാരണം അവരൊരു സെൻട്രൽ ക്യാരക്ടറാണ് ഈ സിനിമയിൽ. ആൻഡ് അവരെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ അത്രയും ഭംഗിയായിട്ടാണ് അവരെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആ ക്യാരക്ടർ ആയിട്ട് ഐ മീൻ മോർ ദാൻ അഭിനയം, ഒരു ജീവിക്കുന്ന ഫീലാണ് കിട്ടിയിരുന്നത്. ഐ മീൻ ഓരോ ക്യാരക്ടേഴ്സും ഇതിൽ നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി കണക്ട് ആയിട്ടോ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ സെറ്റ് ചെയ്തിരിക്കുന്ന 1950s ആ ഒരു ടൈം പീരീഡിലാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇനീഷ്യൽ ടൈം ഓഫ് സിനിമ, അപ്പൊ അന്നത്തെ കാലത്ത് അഭിനയങ്ങളും കാര്യങ്ങളൊക്കെ കുറെ ഡിഫറൻസ് ഉണ്ട്. അപ്പം അവര് ചെയ്യണ രീതി ഇപ്പൊ ഇന്നാണെങ്കിൽ നാച്ചുറൽ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുറെ പരിപാടി ഉണ്ടല്ലോ. അന്ന് എന്ന് പറയുമ്പോൾ കുറച്ചത് ഓവർ എക്സാജറേറ്റ് ആയിട്ട് വേണം സീനൊക്കെ കാണിക്കാൻ. ആൻഡ് അവിടെ കാണിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു, അത് വല്ലാണ്ട് ഒരു ചലഞ്ചിങ് ആവില്ലേ. കാരണം അങ്ങനെ ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഓരോ സീനും പ്രസന്റ് ചെയ്യണ സമയത്ത് ചിലപ്പോൾ അത് കണക്ട് ആവില്ല. തിയേറ്ററിൽ കൂക്കാൻ തോന്നും ആൾക്കാർക്ക് കേട്ടോ, മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം എന്തിവൻ ചെയ്യണേ, അപ്പൊ നമുക്ക് തന്നെ തോന്നില്ലേ എന്തിവൻ ചെയ്യണേ ഇങ്ങനെ ഓവറായിട്ട്. ഇവിടെ ഉണ്ടല്ലോ പ്രോപ്പർ, അത് കറക്റ്റ് കറക്റ്റ് എന്താ പറയാ മെഷർമെന്റിലാണ് ഓരോന്ന് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അങ്ങോട്ട് പോയതും ഇല്ല, എന്നാ എന്താ കിട്ടിയില്ല എന്നുള്ളൊരു ഫീൽ ഇല്ല. കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടാണ് ഇത്. DQനെ ഞാൻ മാത്രം പറയില്ല, ആ എന്താ നടിയായിട്ടുള്ള ഭാഗ്യശ്രീ ആവട്ടെ, സമുദ്രകന്യ ആവട്ടെ, അതിൽ ഓരോരോ ക്യാരക്ടേഴ്സ് ആവട്ടെ, എല്ലാരും അങ്ങനെ ചെയ്തിട്ടുള്ള. ആൻഡ് റാണ റാണയുടെ ക്യാരക്ടറിനെ പറ്റി ഞാൻ സിനിമയ്ക്ക് പോണതിന് മുമ്പ്, ഒന്നാമത് ലേറ്റ് ആയി കാണുന്നതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ കമന്റ്സ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കണ്ടിരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ റാണ വരുന്നത് ഭയങ്കര ഒരു കോമാളിനെ പോലെയായിരുന്നു റാണേനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അവർ ഈ സിനിമ എങ്ങനെ കണ്ടത് ഞാൻ ആലോചിക്കണേ. എല്ലാവർക്കും പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും, അത് ഞാൻ നന്നായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, റാണേനൊക്കെ ആ ഒരു ക്യാരക്ടറിന് എന്താ അങ്ങനെ പറയണമെന്നുള്ള. മീൻസ് ആ ക്യാരക്ടർ വന്നതിന് ശേഷം സിനിമയ്ക്ക് ഉണ്ടാവുന്ന മൂവ്മെന്റിലുള്ള ചേഞ്ചസ്, അതേപോലെ ആ ഒരു ക്യാരക്ടർ ഇപ്പൊ റാണ ചെയ്താൽ മാത്രം അടിപൊളിയാവുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. മീൻസ് ആള് എന്നാലേ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല ഉദ്ദേശം. പക്ഷെ ആള് ചെയ്തു വെച്ചത് രസമായിട്ടുണ്ടായിരുന്നു. നല്ല ഒരു പല ഭാഗങ്ങളിലും ഹ്യൂമറും, അതേപോലെ തന്നെ ആളുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു പവർ എന്താന്നുള്ളതും അതിൽ കാണണ്ടായിരുന്നു. നല്ല വൃത്തിക്കാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവരെല്ലാവരും കൂടി വരുന്ന പോർഷൻ നല്ല രസമായിരുന്നു തിയേറ്ററിൽ. ഐ മീൻ ഈ മൊത്തത്തിൽ ഞാൻ പറയാന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ടൈം പീരീഡ്, ഈ സ്റ്റോറി നടക്കുന്ന സമയം മൊത്തത്തിൽ അതിന്റെ ഒരു, അപ്പോ ആ ഒരു കാലഘട്ടത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവങ്ങൾ കൊണ്ടുവരണം. അതേപോലെ ഈ ഒരു സിനിമ മോർ ദാൻ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്, ഇമോഷൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിപ്പം എങ്ങനെ പറയാ വെച്ചാൽ, ഇപ്പൊ ഒരു ക്യാരക്ടർ വേറൊരു ക്യാരക്ടറായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒന്നും കൂടെ സ്പെസിഫിക് ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്തെ സിനിമ, അതിലെ എന്താ പറയാ ഈഗോ, അതേപോലെ ബിട്രയൽ, അതേപോലെ
ലവ്. ഈ ഒരു കുറച്ച് കുറച്ച് ഇമോഷൻസ് വെച്ചിട്ടാണ് സിനിമ, അതാണ് സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് സിനിമ മുന്നോട്ട് പോണത്. ആൻഡ് അവിടെ ആ ഒരു സെറ്റിങ്ങിൽ, സിനിമയുടെ ഉള്ളിൽ സിനിമ, അവിടെ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടാ പോണെ. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ സ്ലോ പേസ്ഡ് അല്ല, പക്ഷെ അത്യാവശ്യം സ്ലോ പേസ്ഡ് ആയിട്ടാണ് സിനിമ പോണത്. ആൻഡ് ടു ബി ഫ്രാങ്ക്, ആ സിനിമേനെ നമ്മള് നല്ല വൃത്തിക്ക്, ഇപ്പൊ ഒരു നോർമൽ ആയിട്ടൊരു സിനിമേനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആ പേസ് എന്താന്നുള്ള കറക്റ്റ് രീതിയിൽ മനസ്സിലാവും. ഞാനിത് ഇവിടെ എടുത്തിട്ട് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോ നാളെയും മറ്റന്നാളൊക്കെ കുറെ പേര് പറയാൻ വരുന്ന കാര്യങ്ങളായിരിക്കും സിനിമ സ്ലോ പേസ്ഡ് ആണ്, ഭയങ്കര ഇതാണ്, ലാഗ് ആണ് എന്നൊക്കെ പറയും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊന്നാമത് ഈ സിനിമയെ കുറിച്ച് വലിയ ധാരണ ഇല്ലാണ്ട് പോണോണ്ടായിരിക്കാം. കാരണം ആ സിനിമയുടെ ട്രെയിലർ കാണുമ്പോഴും അതിന്റെ മൊത്തത്തിലുള്ള ഒരു പരിപാടി കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇത് എന്താണ്, ഇതിനെ കുറിച്ച് ഒരു ധാരണ. കാരണം നിങ്ങൾ എന്താണ് കാണുന്നത് അതിന്റെ ഏകദേശം രൂപമാണ് തിയേറ്ററിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. ആകെയുള്ള ഡിഫറൻസ്, ഓക്കെ, അതിൽ വരുന്ന കുറെ കാര്യങ്ങൾ അപ്പൊ എന്ത് ജോണറാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും പിടികിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, സിനിമയുടെ ഉള്ളിൽ സിനിമ ഈ ഒരു പീരീഡിലാണെന്നുള്ളത് കിട്ടും, പക്ഷെ എന്ത് ജോണറാണ് കാര്യങ്ങളൊന്നും കിട്ടില്ല. കാരണം നമുക്ക് തന്നെ കാണുമ്പോൾ ഓരോരോ പോയിന്റിൽ ഓരോരോ രീതിയിലായിരുന്നു സിനിമ പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് സെക്കൻഡ് ഹാഫിക്ക് വന്നപ്പോൾ കംപ്ലീറ്റ് ഷിഫ്റ്റ് ആവുന്നത് ഒരു ത്രില്ലർ ഫോർമാറ്റിലേക്കൊക്കെ മാറിപ്പോയത്. ആൻഡ് അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ സ്ലോ പേസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അറിയില്ല എന്തുകൊണ്ട് ഞാൻ ഇന്നും പോണതിന് മുന്നേ കുറെ കമന്റ്സ് ഒക്കെ വായിച്ച സ്ലോ പേസ് ഭയങ്കര സ്ലോ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താ ഈ സ്ലോ പേസ്? അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവര് സിനിമ പ്രോപ്പർ ആയിട്ട് കണ്ടില്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാരണം ആ സിനിമ നമ്മൾ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് പേസ് പറഞ്ഞാലും നമ്മൾ അതിലേക്ക് പ്രോപ്പർ ആയിട്ട് നോക്കിയിരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ എടുത്തു വെച്ചിട്ടുള്ള രീതിയാണ്. എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് ഈ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യണ ഒരു സ്പീഡില്ലേ, അതാണ് ആ ഒരു സിനിമ, ആ ഒരു പേസ് തന്നെയാണ് ഈ സിനിമയുടെ എന്താ പറയാ ഡയറക്ടർ, റൈറ്റിംഗ് ഭാഗം, അതേപോലെ ഡയറക്ട് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയൊക്കെ അങ്ങനെ തന്നെയാണ്. ആൻഡ് അതിൽ പെർഫോമൻസ് വരുമ്പോൾ ചെറിയോണ്ട് കേക്ക് എന്തായാലും ഉഷാർ പരിപാടി. അതിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ കുറെ കുറെ നല്ല നല്ല എന്താ പറയാ ഷോർട്സ്, നല്ല നല്ല ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദുൽഖർ, ഭാഗ്യശ്രീ, അവരുടെ പോർഷൻസ് ഒക്കെ വരുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണുന്ന സമയത്ത്. ആൻഡ് റാണ കൂടെ വന്നപ്പോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാ വേറൊരു ട്രാക്കിൽ പോണ അപ്പോഴേക്കും സിനിമയുടെ കംപ്ലീറ്റ് ഇത് ട്രാക്കായി മാറി. ആൻഡ് റാണ വരുമ്പോൾ അത് വേറെ രീതിയിലാണ് പോയിരുന്നത്. ആൻഡ് എങ്ങനെ പറയണത് എനിക്കറിയില്ല. ഡി ക്യൂടെ എന്താ പറയാ, ഇതാണ് ഡി ക്യൂ ചെയ്ത ഏറ്റവും ബെസ്റ്റ്, അങ്ങനല്ല, ഡി ക്യൂ ചെയ്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു റോളായിരിക്കും ഈ ഒരു സിനിമയുള്ള. ആൻഡ് അവാർഡ്, നാഷണൽ അവാർഡ് അങ്ങനെയൊന്നും പറയാനുള്ള, അങ്ങനെ വിലയിരുത്താനുള്ള ഒരു കഴിവൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയണെങ്കിൽ ഹി ഡിഡ് ഹിസ് മാക്സിമം, അത് പറയേണ്ട കാര്യം തന്നെയാണ്. ആൻഡ് ആ ഒരു നായിക ഭാഗ്യശ്രീ, അവരും ഒരുപാട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് എവിഡന്റ് ആണ്. അത് കാണുന്ന സമയത്ത് നമുക്ക് ആസ് എൻ ഓഡിയൻസ് കിട്ടുന്നുണ്ട്, ഓക്കെ ഇത് കൊള്ളാലോ, ഇത് കൊള്ളാലോ. പിന്നെ സമുദ്രകനി, ദുൽഖർ, അവര് തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ വരുമ്പോ ആ ബ്യൂട്ടി, അവരെ പെർഫോമൻസ് ഭയങ്കര എന്താ പറയുക, നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുന്നിങ്ങനെ കണ്ടു, അത് കൊള്ളാലോ. ആൻഡ് സിനിമേനെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും അന്നത്തെ കാലത്തെ ആ സിനിമ എങ്ങനെയായിരുന്നു, അത് ആ മൊത്തത്തിലുള്ള അവരാ ജേണി, അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് ഉണ്ടാവും. അവിടെ നമ്മൾ പേസോ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല. ആൻഡ് ഒരു കാര്യം മാത്രം തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സിനിമ 2 hours 40 minutes ആണ് മൊത്തം ഡ്യൂറേഷൻ വേണ്ടത്. മേ ബി ഒന്ന് കുറച്ച് ചില അനാവശ്യമായിട്ടുള്ള പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നും കൂടി ട്രിം ആയി കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആവുമായിരുന്നു. ഞാൻ പേസിനെ കുറിച്ചല്ല കേട്ടോ പറയണത്. അപ്പൊ മൊത്തത്തിൽ ഓവറോൾ അടിപൊളി എക്സ്പീരിയൻസ്. ആൻഡ് സെൽവമണി സെൽവരാജ്, അടിപൊളി അടിപൊളി ഡയറക്ഷൻ പരിപാടിയൊക്കെ ആയിരുന്നു. ആൻഡ് എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ ഓരോരുത്തർക്ക് അഗെയിൻ ഓരോ ഒപ്പീനിയനും കാര്യങ്ങളാണ്. ഇനിയിപ്പോ നാളെയും മറ്റന്നാളൊക്കെ വരാൻ പോണ ഒരു കാര്യം എനിക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. പടം സ്ലോ പേസ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പറയും. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. ഐ മീൻ ഇറ്റ്സ് വർത്ത് വാച്ചിങ് ഗൈസ്. എന്താ പറയാ, അത് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചൊന്നും കാണാനുള്ള പരിപാടി ഒന്നുമല്ല. സമാധാനമായിട്ട് പോയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. ഇതിപ്പോ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വാച്ച്, അത് ഞാൻ എന്തായാലും പറയും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, കൂടുതലൊന്നും പറയാനില്ല. ആൻഡ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നിട്ട് ജെയ്ക്സ് ബിജോയ് ഉണ്ടായിരുന്നു. ആൻഡ് അത് ആ ടൈറ്റിലൊക്കെ കാണുന്ന സമയത്തൊക്കെ ഉള്ള മ്യൂസിക് ഭയങ്കര പവറേഷ് മ്യൂസിക് ആയിരുന്നു. ആൻഡ് ഒരു കാര്യം കൂടെ, എന്നിട്ട് ഞാൻ കൊമേഴ്ഷ്യൽ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇതിൽ കൊമേഴ്ഷ്യൽ എലിമെന്റ് തീരെ ഇല്ല. അങ്ങനെ തന്നെ വിചാരിച്ചു പോകണം. ഇതൊരു ഒരു ക്ലാസ്, ഒരു ഡ്രാമ, അതാണ് സിനിമ. ഇതിപ്പോ ഏതൊക്കെ ജോണറിൽ പോകുന്നുണ്ടെന്ന് വെച്ചാൽ, ഇതിൽ ഒരു ലവ് പരിപാടി ഉണ്ട്, അതുപോലെ ഒരു എന്താ പറയാ ഒരു വേറൊരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, അത് എല്ലാ ഒരു ഇമോഷൻസും എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. സോ ഇറ്റ്സ് ഒരു സ്പെസിഫിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഇമോഷൻ ഡ്രമാറ്റിക് മൂവിയാണ്. അത് അങ്ങനെ തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കുക. അതൊരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ്, ലക്കി ഭാസ്കർ പോലെ വാച്ച് മറ്റേ കെട്ടിയിട്ട് മറ്റേ എന്താ പൈസ വന്നപ്പോ ഷോ കാണിക്കുക, അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ഈ സിനിമയില്.
ആൻഡ് അങ്ങനത്തെ പരിപാടിയാണ് ഈ സ്ലോ പേസ് പറയുന്ന ആൾക്കാർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ അങ്ങനത്തെ സിനിമയല്ല. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. അപ്പോ അടുത്ത ആഴ്ചയൊക്കെ സിനിമകൾ വരുന്നുണ്ട്. നമ്മൾ സിനിമകൾ റിവ്യൂ ചെയ്യും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.